നൗഫൽ എന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് എത്തുമ്പോഴാണ് ഡിജോ വിളിച്ചിരുന്നത് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ. ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാടായിരിക്കും. ഞാനും സിനിമയിൽ വന്നിട്ട് അധികമായിട്ടില്ല അത്രയും സിനിമകൾ നിർമ്മിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഡിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ നമുക്കൊന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് ഉണ്ടാക്കി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. അന്ന് സുരേഷ് ഏട്ടനും ഡിജോയും കൂടെ വന്നിട്ടാണ് അന്ന് നാരേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പലതവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് നടന്നില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ എലിവേറ്റഡ് ആയിട്ടുള്ള സീനുകളുള്ള എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക് ഒരു കറക്റ്റൻ സിനിമയ്ക്ക് പറ്റിയൊരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകൾ ചെയ്തു, ഞാൻ മറ്റു സിനിമകൾ ചെയ്തു. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. പല തവണയായിട്ട് നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റുമായിട്ട് എഴുതുന്നു. എന്നിട്ട് ഇപ്പോൾ ഫൈനലി നമ്മളിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന, ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റായിട്ടാണ്. അതിൽ സുരേഷ് ഏട്ടൻ, ഡിജോ നന്ദി, ഒരുപാട് നന്ദി. ഇതിനെ നിർത്താതെ അതിൽ പിന്നെയും പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിന് നന്ദി. പിന്നെ തീർച്ചയായിട്ടും നൗഫലും